ആൻഡ് ഇനി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലും ഒക്കെ ഇതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പടപടയെന്ന് കിട്ടാൻ വേണ്ടി വെറും 100 രൂപയ്ക്ക് മുകളിലോട്ട് ചിലവാക്കിയാൽ മാത്രം മതി. അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി smmstreet.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സൈനപ്പ് ഓപ്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ ലോഗിൻ പേജിൽ ഇവിടെ തൊട്ട് താഴെയായിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ സിമ്പിൾ ആയിട്ട് ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ സിമ്പിൾ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾ ലോഗിൻ ചെയ്ത് ഹോം പേജിലേക്ക് വരുന്നതായിരിക്കും. ഹോം പേജിൽ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുറെ അധികം സർവീസ് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ മെയിൻ ആയിട്ടും ഇൻസ്റ്റാഗ്രാമിന്റെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിയൽ ഫോളോവേഴ്സ്, ഇൻസ്റ്റാഗ്രാം വ്യൂസ്, ഇൻസ്റ്റാഗ്രാം ഷെയർസ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിന്റെ എല്ലാ സർവീസും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് നോക്കുവാണെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബ് ലൈക്സ്, യൂട്യൂബ് വ്യൂസ്, അതുപോലെ ഫേസ്ബുക്ക് നോക്കുവാണെങ്കിൽ ഫേസ്ബുക്കിന്റെ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ്, ഫേസ്ബുക്ക് ലൈക്ക്, ഫേസ്ബുക്ക് വ്യൂസ് ഒക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതിനോടൊപ്പം ടെലിഗ്രാമും ടിക്ടോക്ക് എന്നിങ്ങനെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ സർവീസും കാണാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ മുമ്പേ ആയിട്ട് തൊട്ടുമുള്ളത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഡെപ്പോസിറ്റ് നൗ എന്നുള്ളത്. ഈ ഒരു ഡെപ്പോസിറ്റ് നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി QR കോഡിന്റെ ഒരു സെക്ഷനിലോട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു പേജിലോട്ടായിരിക്കും നമ്മളെ റീഡയറക്ട് ചെയ്യുന്നത്. ഈ കാണുന്ന QR കോഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പേയ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് ഒരു 500 രൂപ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു QR കോഡ് യൂസ് ചെയ്തുകൊണ്ട് എന്റെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ 500 രൂപ ആഡ് ചെയ്തിരിക്കുകയാണ്. UPI പിന്നൊക്കെ അടിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് UPI ട്രാൻസാക്ഷൻ ID എന്നുള്ള ഒരു ID നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് നേരെ നമ്മുടെ വെബ്സൈറ്റിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഒരു QR സെക്ഷനിൽ തന്നെ ടോപ്പിലായിട്ട് UPI ട്രാൻസാക്ഷൻ ID എൻ്റർ ചെയ്യാനുള്ള ഒരു പ്ലേസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ഒരു UPI ട്രാൻസാക്ഷൻ ID ഇവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെയായിട്ട് എത്ര രൂപയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇവിടെ 500 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഇത്രയും സിമ്പിൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം തൊട്ട് താഴെ കാണുന്ന പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് നിങ്ങളുടെ എമൗണ്ട് ആഡ് ആകുന്നതായിരിക്കും. പേയ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഹോം പേജിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു സർവീസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി എന്റെ തന്നെയുള്ള ഒരു ഷോ ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കുവാണെങ്കിൽ ആകെ ഒറ്റ ഫോളോവേഴ്സ് മാത്രമാണ് ഉള്ളത്. ഇട്ടേക്കുന്ന റീൽസിനാണെങ്കിൽ ആകെ 200-300 വ്യൂസ് മാത്രമേ ഉള്ളൂ. ലൈക്സ് നോക്കുവാണെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണ്, 10-20 ലൈക്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഫോളോവേഴ്സിനായാലും ലൈക്സും വ്യൂസും ഒക്കെ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടി നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം ഈ കാണുന്ന സർവീസ് ഓപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 365 ഡേയ്സ് ഗ്യാരണ്ടീഡ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ഈ കാണുന്ന പാക്കേജിലെ ഫസ്റ്റ് പാക്കേജ് സെലക്ട് ചെയ്യുക. ഇതിനുശേഷം നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് പോയതിനു ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് ആകെ ഒറ്റ ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നതാണ്. കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി എന്നുള്ള ഭാഗത്ത് ഞാൻ ഇവിടെ 600 ഫോളോവേഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ദെൻ ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ എഴുതി കാണിക്കാൻ പറ്റുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ ബോക്സ് നമുക്ക് യെസ് എന്നുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരു 5 to 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്. ഒറ്റ ഫോളോവർ മാത്രം ഉണ്ടായിരുന്ന എന്റെ ഈ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഇതുപോലെ 100, 200, 300 എന്നിങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഫോളോവേഴ്സ്. അങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ടും തുരുതുരേന്ന് ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഞാൻ അടുത്ത സർവീസ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സർവീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീലിന്റെ വ്യൂസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ട് പാക്കേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഫസ്റ്റ് പാക്കേജ് സെലക്ട് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഇൻസ്റ്റാഗ്രാം റീലിന്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ്. അപ്പോൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം റീലിനാണ് നമുക്ക് വ്യൂസ് ഇൻക്രീസ് ചെയ്യേണ്ടത്. ഈ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നോക്കുവാണെങ്കിൽ ഏകദേശം 200-300 വ്യൂസ് മാത്രമാണുള്ളത്. അപ്പൊ നേരെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതുപോലെ കോപ്പി ചെയ്തതിനു ശേഷം വെബ്സൈറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി എന്നുള്ള ഭാഗത്ത് ഞാൻ ഒരു 30,000 വ്യൂസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ തൊട്ട് താഴെ കാണുന്ന ടേംസ് ആൻഡ് കണ്ടീഷന്റെ ഓപ്ഷനകത്തിലെ യെസ് ഓപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഫൈലായിട്ട് പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വീണ്ടും ഒരു 5 to 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നേരെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്തതിനു ശേഷം നമ്മുടെ ഈ റീൽ നോക്കുന്ന സമയത്ത് ഇതുപോലെ പടപടയെന്ന് വ്യൂസ് വരുന്നത് കാണാൻ പറ്റുന്നതാണ്. 200-300 വ്യൂസിൽ നിന്നും ഇതുപോലെ 10,000-20,000 വ്യൂസിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോവേഴ്സും വ്യൂസും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി ആ ഒരു വീഡിയോക്ക് നമുക്ക് കുറച്ച് ലൈക്സ് കൂടെ കൊണ്ടുവന്നാലോ. ഇതിനുവേണ്ടി നേരെ ഞാൻ സർവീസ് സെലക്ട് ചെയ്യുകയാണ്. സർവീസിൽ ഞാൻ ലൈക്സ് ആണ് സെലക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിന്റെ. നെക്സ്റ്റ് ആയിട്ട് പാക്കേജിനകത്തിലെ ഫസ്റ്റ് പാക്കേജ് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിനി വീഡിയോയുടെ ലിങ്ക് കിട്ടേണ്ടതുണ്ട്. ലിങ്ക് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് വരികയാണ്. അപ്പൊ ഈ ഒരു വീഡിയോക്ക് തന്നെയാണ് ഞാൻ ലൈക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ലൈക്ക് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 10-20 ലൈക്സ് മാത്രമാണ് ഈ ഒരു വീഡിയോക്ക് ഉള്ളത്. ഒട്ടും സമയം കളയാതെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തതിനു ശേഷം നേരെ നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ആയിട്ട് ക്വാണ്ടിറ്റി എന്നുള്ള ഭാഗത്ത് ഞാൻ ഒരു 100 ലൈക്ക് അല്ലെങ്കിൽ വേണ്ട ഒരു 10,000 ലൈക്ക് എൻ്റർ ചെയ്യുകയാണ്. ദെൻ തൊട്ട് താഴെ കിടന്ന ടേംസ് ആൻഡ് കണ്ടീഷന്റെ ബോക്സ് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് എസ് കൊടുക്കുക. ഫൈനലായിട്ട് നമ്മുടെ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന്റെ ഒടുവിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കുകയാണ്. അങ്ങനെ 30 ലൈക്സ് മാത്രം ഉണ്ടായിരുന്ന എന്റെ ഒരു ഇൻസ്റ്റാഗ്രാം റീല് 3000 കഴിഞ്ഞ് 4000, 5000 ലൈക്സിലോട്ട് ഇങ്ങനെ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലെ ഫോളോവേഴ്സ് ആയാലും റീൽസിന്റെ ലൈക്സും വ്യൂസും ഒക്കെ ഇതുപോലെ പടപടയെന്ന് കൂട്ടാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഫുൾ ആയിട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഈ ഒരു വെബ്സൈറ്റിനകത്ത് കാണുന്ന ഈ ഒരു ഓർഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ റീസെന്റ് ഓർഡർ ചെയ്തിട്ടുള്ള സർവീസ് ഒക്കെ നമുക്ക് ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ പ്രോസസിംഗ് ഒക്കെ കാണാൻ
കാണാൻ പറ്റുന്നതാണ്. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഓർഡേഴ്സിലൊക്കെ റീഫിൽ എത്ര പ്രാവശ്യം ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കാണുന്ന ടിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂസ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ഓർഡേഴ്സിന് ഇഷ്യൂസ് വരുവാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് മുഖാന്തരം ആ ഇഷ്യൂസ് ഒക്കെ അവിടെ തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തൊട്ട് സൈഡിൽ കാണുന്ന വാട്സാപ്പിന്റെ കോൺടാക്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ഈ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഫൈനലി ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ ഫോളോവേഴ്സ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും വ്യൂസ് ഒക്കെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ smmstreet.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും കയറി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫൈനലി അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.